മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കാണിക്കാൻ പാടില്ല, കാണിച്ച് അവന്മാര് കയറി പിടിക്കും. അങ്ങനെ ഷെഫീന ബീബി പുതിയ ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസമായിരുന്നു ഷെഫീന ബീബി ദയാ സുജിത്തിനെതിരെ മോശമായിട്ടൊരു വീഡിയോ ഇട്ടത്. നമ്മളെല്ലാവരും അതിനെതിരെ റിയാക്ട് ചെയ്തതുമാണ്. ഇപ്പോൾ താത്താടെ പുതിയ വാദം, എൻ്റെ അമ്മ മനസ്സുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറാണ് എന്നൊക്കെയായിരുന്നു വാദം. എന്തായാലും നമുക്ക് കുറച്ച് കൊണ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എതിരെ എന്നല്ല, ആ കുട്ടി ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്ത്. എന്ത് വൃത്തികേട് കാണിച്ചെന്നാണ് പറയുന്നത്? ഒരാൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചാൽ അത് വൃത്തികേടാകുമോ? നിങ്ങളുടെ ഈ ചെതല് പിടിച്ച ചിന്താഗതിയാണ് സമൂഹത്തിൽ വൃത്തികേട് പരത്തുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പബ്ലിക്കിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയുമില്ല. ഈ കാണുന്ന ജനങ്ങളെല്ലാം നിനക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവരെ പറ്റി അത്രയും വൃത്തികേടാണ് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞ വ്യക്തിഹത്യ. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാന്ന് വെച്ചത്. മഞ്ജു പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റും എന്നൊക്കെ പറഞ്ഞു. മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റാൻ, ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഒരാളെ വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് നടത്താനോ ഉള്ള അധികാരം ഒരു നിയമം കൊടുത്തിട്ടില്ല. തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നും എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള. താത്താടെ ഗുണ കേട്ടില്ലേ? താൻ ജീവിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ്, അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഒരാളെ പറ്റി വൃത്തികേട് വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല അത്. നിന്റെ വീഡിയോ കണ്ട ആരും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. നിനക്ക് വേണമെങ്കിൽ ആ വീഡിയോക്കെതിരെ മാന്യമായിട്ട് പ്രതികരിക്കാറുന്നല്ലോ, അതും ചെയ്തില്ല. എന്തായാലും നമുക്ക് ബാക്കി കൊണയും കൂടി കേട്ടിട്ട് കാര്യങ്ങൾ പറയാം. കാണിച്ച വൃത്തികേട് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഞാൻ അതിനെ മകളെ പോലെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആഹാ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഒരു അമ്മ സ്നേഹമായിരുന്നല്ലേ? ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വന്ന്, ഞാൻ ഷെഫീന ബീബിക്ക് പാടിത്തരാം. അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ, മുറ്റത്തെ തുളസി പോലെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഈ പാട്ട് ഒരിക്കലും ചേരില്ല. ആ കുട്ടിയുടെ ബോൾഡിനെസ്സും അവളുടെ നൈറ്റ് ഇട്ടുകൊണ്ടുള്ള സർക്കസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആളുകളുടെ വസ്ത്രത്തോടുള്ള അഭിപ്രായത്തിനെതിരെ അവളുടെ പൊരുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ഇട്ട് പുറത്തിറങ്ങിയമാർ എന്തോ ചെയ്യും? എന്തോ വട്ടയിടാനാ? എന്താ കുഴപ്പം? ഓക്കെ, സ്കേർട്ട് ഇട്ട് പുറത്തിറങ്ങി എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ അവളിട്ട വസ്ത്രം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ എന്റെ അമ്മ മനസ്സാണ്. ആ അമ്മ മനസ്സും സ്നേഹവും കൂടിപ്പോയത് കൊണ്ടാണോ ആ പാവം പെൺകൊച്ചിനെ വേശ്യ സ്ത്രീകളുമായിട്ട് നിങ്ങൾ ഉപമിച്ചത്? എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? മഞ്ജുപിള്ള കൊന്നല്ലേ ഉള്ളു, ആൺപിള്ളേരെ കൊണ്ട് പിടിപ്പിക്ക്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേഷ്യമാണ്, വല്ലാണ്ട് ബ്ലാസ്റ്റ് ആയി നിങ്ങൾ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാതിരിക്കാം. എന്റെ ദേഷ്യം അപ്ലോഡ് ചെയ്യാതിരുന്ന യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടില്ലല്ലോ. നേരം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ റീച്ച് വേണ്ടേ? കഷ്ടം തന്നെ. കുറെ പറഞ്ഞിട്ട് ജനങ്ങളെ അല്ലാതെ അവൾ അറിയണം, അവളെ സ്നേഹിക്കുന്നവരുണ്ടെന്നും അവളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും അവിടെ ഈ കാണിക്കുന്ന പേക്കൂത്ത് ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുമാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ചിലപ്പോ ഇനിയിപ്പോ നമ്മുടെ പേസിന്റെ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ തീരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നോണ പറയല്ലേ? നിങ്ങളെ കണ്ട ഒരു 20 വയസ്സേ തോന്നിക്കുള്ളൂ, അടി കിട്ടൂട്ടാ. നല്ല വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അത്യാവശ്യം പ്രായമുള്ള ഒരു മുത്തശ്ശിയാണ്. കുട്ടിയും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ പറയാൻ നാണോകുന്നില്ലേ? നിങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പ്രായം ഉണ്ടെന്ന്. എന്തിനാ കിടന്നിങ്ങനെ മെഴുകുന്നത്? എനിക്കിപ്പോ എന്റെ മകൻ വിവാഹം ഒരു 22 വയസ്സ് വിവാഹം കഴിച്ചെങ്കിൽ ഇപ്പൊ ഞാനൊരു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മകൻ വിവാഹം കഴിക്കാൻ ഞാൻ നന്നായി. വിവാഹം കഴിച്ചെങ്കിൽ ആ പെൺകൊച്ചിൻ്റെയും ഗതി അതോ ഗതി. മുതുമുത്തശ്ശിയാണ്. അപ്പൊ എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഞാൻ ആ ജനറേഷനിലുള്ള ആള് തന്നെയാണ്, തർക്കമില്ല. എനിക്ക് അതിനകത്ത് ഒരു അപമാനവുമില്ല. ഫെമിനിറ്റിയുടെ അമ്മ സ്നേഹം കേട്ടില്ലേ? ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു ഫെമിനിറ്റിയായ ഷെഫീനയുടെ പ്രതികരണം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അതായത് ഇച്ചിരി മോഡേണായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച പെൺകുട്ടികളെ കണ്ടാൽ ആൺകുട്ടികൾക്ക് കാമം വളകും, കയറി പിടിക്കുമെന്ന രീതിയിലെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ പുരുഷന്മാരെ അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കുന്നത് പോലെയായിരുന്നു പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു നോക്കാം. ആണുങ്ങളുടെ കണ്ണുകൾക്കാണ് മറ വേണ്ടതെന്നും അവർ പെൺകുട്ടികളെ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നിടത്ത് അവന്മാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പോക്കൃത്തരങ്ങൾ കാണിച്ചാൽ അതിനെ എതിർക്കുകയും വേണം. ഷെഫീനയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരുടെ നാട്ടിലെ ആണുങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും, പെൺകുട്ടികളെ കാണുമ്പോൾ കാമം ഇളകുകയും കയറി പിടിക്കുകയും ചെയ്യുമായിരിക്കും. എന്ന് വെച്ച് എല്ലാ നാട്ടിലെ ആണുങ്ങളും അങ്ങനെയല്ല. ഞങ്ങൾക്ക് അമ്മയെ അമ്മയായി കാണാനും സഹോദരിയെ സഹോദരിയായിട്ട് കാണാനും ഭാര്യയെ ഭാര്യയായിട്ട് കാണാനും അറിയാം. എന്തായാലും ഷെഫീനയുടെ ഈ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.